ഞാൻ അതങ്ങ് തരാം. ഇനി ഒന്നും തന്നില്ല, ഇനി നീ ഇങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞൊരു വിഷമം ഉണ്ടാവണ്ടല്ലോ. തരാം തരാം തരാം. എന്ത് പറ്റി? നല്ല മൂഡിലാണല്ലോ. അല്ല, ഒരു സംശയം, ഇനി അവന്റെ പാർട്ടിയിലെ നേതാക്കന്മാരും വല്ല എഴുതിയ വല്ല ഒരുമാരത്തെ പുസ്തകം വല്ല ആയിരിക്കും. നല്ല ബുദ്ധിയുണ്ട്. ഭയങ്കര ബുദ്ധിയാ. ഈ പ്രായത്തിൽ നിനക്ക് നടക്കുന്നുണ്ടല്ലോ. എവിടെ എല്ലാരും കണ്ടല്ലോ. ഇനി നമ്മളൊന്നും കൊടുത്തില്ല എന്ന് പറയല്ലേ. എന്താണ് ഇതിനെന്താ കുഴപ്പം? ബൈബിളല്ലേ? ഇനി ഞാനായിട്ട് ഒന്നും തന്നില്ല എന്ന് വേണ്ട, ഒരു നല്ല കാര്യത്തിനാണ്. ഇത് കൊണ്ട് പഞ്ചായത്ത് ലൈബ്രറിയിൽ വെക്കുക, ചെറുപ്പക്കാരോടൊക്കെ പറയുക ഇതൊക്കെ വായിക്കാൻ. ഇത് വായിച്ചു കഴിഞ്ഞാണ്ടല്ലോ, ഓ ഇതൊക്കെ വായിക്കണം. ഒരു മനുഷ്യൻ മനുഷ്യനായി മാറണമെങ്കിൽ ഇതൊക്കെ വായിക്കണം. അപ്പൊ നീ ഇത് തുറന്നു നോക്കിയിട്ടില്ല അല്ലേ? നിനക്കേ ഒരു സാധനം വേണമെന്ന് ഞാൻ ഒരു സാധനം തന്നു. ശരി, അയൽക്കാരെ കൂടുതൽ കണ്ടാ. ഇല്ല, മനസ്സിലായി. എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഒരു ഉപയോഗവും ഇല്ല. അവിടെ കൊണ്ടുവയ്ക്കാം, ആവശ്യമുള്ളവർ വായിക്കട്ടെ, നന്നാവട്ടെ. ശരി ശരി, വളരെ നന്ദി അളിയാ. ഇടയ്ക്ക് അതൊക്കെ തുറന്ന് നോക്ക്. ഇതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിരിവിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട് അതിൽ. പിരിവ്, പൈസ പിരിക്കണതിനെ കുറിച്ച്, അനാവശ്യമായി പൈസകൾ. പിന്നെ അയൽക്കാരോട് എങ്ങനെ മാന്യമായി ഇടപെടണം എന്നുള്ളത് വളരെ വിശദമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ അളിയെ വായിച്ചിട്ട് തന്നാൽ മതി അളിയാ. ഞാൻ വേറെണ്ണം വായിച്ചോണ്ടിരിക്കുക, പകുതിയായി. അല്ല, നമ്മളെ വീട് മാറുന്നതിന് മുമ്പെങ്കിലും നീ വായിച്ച് തീരുമോ? നോക്കാം. ഓ, അതിനുമ്പ് നീ അതിനെ കുറച്ചെങ്കിലും ഒന്ന് വായിക്കാൻ നോക്ക്. നാട് നന്നാക്കാൻ നടക്കുന്നു. ഇപ്പൊ അമ്പിളിമാമൻ പറഞ്ഞത് കേട്ട് എന്റെ മോൾ ആ വഴിക്ക് പോവാനാണെങ്കിൽ നടക്കൂല. കേട്ടല്ലോ? അമ്മയും മോളും കൂടെ ഊട്ടി ഊട്ടി ഇവരുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ്. അമ്മയ്ക്ക് വിവരം ഇല്ലാന്ന് തന്നെ കൂട്ടിക്കോ. നീ ഒരുപാട് വിവരത്തിൽ വളരണ്ട. നീ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങള് പഠിച്ച് പിടിക്കാല്ലേ. നിനക്ക് ഈ പഠിത്തം കൊച്ചിന് 24 മണിക്കൂർ ഇത് തന്നെ പറയാതെ. എന്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിക്കുന്ന കുട്ടികളുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ലക്ഷ്യം എന്താ? പഠിക്കുക പഠിക്കുക പഠിക്കുക. പഠിച്ച് പഠിച്ച് മന്ദൂത്തിയായി പോവും. എവിടുന്ന് കിട്ടി ഇത്ര അറിവൊക്കെ? പഠിക്കുക പഠിക്കുക പഠിക്കുക. എന്നിട്ട് നീ പഠിച്ച സമയത്ത് ടീച്ചർമാരെന്ന് പറഞ്ഞതില്ലേ? എന്നെ പഠിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. അയ്യോ, ഞാൻ 9ാം ക്ലാസ്സിൽ വെച്ചല്ലേ ഞാൻ ഈ ഒരു കുരിശു തലയിൽ വെച്ചത്. അതിന് മുമ്പൊക്കെ നീ പഠിച്ചോണ്ടല്ലേ ഇരുന്നത്? അതിന് മുമ്പൊക്കെ ഞാൻ നല്ല അസലായിട്ട് പഠിക്കുമായിരുന്നു. പിന്നെ ചേച്ചി ചൂടുവെള്ളമാണോ ഒഴിക്കുന്നത്? ഇത്ര നേരം ഞാൻ എന്താ മോളെ പറഞ്ഞത്? ഇത് പുട്ടല്ലേ ഉണ്ടാക്കുന്നേ. പുട്ടിന് പച്ചവെള്ളം ഉപ്പിൽ കലക്കിയിട്ട് അതാണ് തളിക്കണത്. മറന്ന്. ഇന്ന് ഫൈൻ അടിച്ചില്ലെന്നേ ഉള്ളൂ, കോട്ടും ടൈ ഇടാത്തതിന്. ഓ, ഒരു ദിവസമല്ലേ, ഒന്നും കുഴപ്പമില്ല. ഒരു ദിവസം ചേച്ചി, ബാക്കി എല്ലാവരും എല്ലാ ദിവസവും ഇടും. ഫൈൻ അടിക്കും. പോയി ബാഗൊക്കെ മാറ്റി യൂണിഫോമും മാറ്റിയിട്ടു അമ്മതേ ചായ ഉണ്ടാക്കി തരാം. അവള് വന്ന് ദേ, അപ്പൊ ഇത് മതി. ഇതാണ് പുട്ടിന്റെ പാകം. കണ്ടോ? എന്നാ ഇനി വെള്ളം ഒഴിക്കണ്ടല്ലേ? അതിങ്ങനെ ഒട്ടിപ്പിടിക്കണ്ട? ഒന്നും ചെയ്യണ്ട, ഒട്ടിപ്പിടിക്കൊന്നും വേണ്ടതേ. ഇങ്ങനെ ആക്കുമ്പോ ഇതിങ്ങനെ വിടർന്നു പോന്ന. അതാണ് പുട്ടിന്റെ പാകം. അയ്യോ, ഞാൻ ഇങ്ങനെയല്ല ചെയ്തത്. എന്റെ അമ്മേ, താങ്ക് യു. ഓ ചെല്ലട്ടെ. ആ, ബാലരമ നോവലും പുസ്തകമൊക്കെ അവിടെ വെച്ചൊന്ന് കാണാനില്ല. ഇതിനിപ്പോ അത് സ്കൂള് വിട്ട് വന്നല്ലേ ഉള്ളൂ. അല്ല, അത് കാണാനില്ലമ്മ. അമ്മ ലൈബ്രറിയുടെ ബുക്കൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. അതിന് കാണൂല. ഞാൻ ആക്രിക്കാർക്ക്. അമ്മ എന്താ തങ്കം ചേച്ചി? എന്താ അമ്മ, ലൈബ്രറിയുടെ ബുക്കൊക്കെ ഉണ്ട്. അയ്യോ അയ്യോ, പൂ കണ്ണീരടിപ്പിച്ചു തുടങ്ങിയല്ലോ. എന്താ അമ്മ, അതെനിക്ക് ആവശ്യമില്ല. അതുകൊണ്ടല്ലേ അമ്മ ഒന്നും വായിച്ചു കഴിഞ്ഞതല്ലേ അതിനകത്ത് നോക്കിയിരിക്കണോണ്ടാണ് നീ പഠിക്കാത്തത്. ഇനി മുതൽ അത് നീ വായിക്കണ്ട. വെക്കേഷൻ ആകുമ്പോ 2 ബാലരമ മേടിച്ചു തരാം അമ്മ. അത് മതി. അതൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണമ്മ. എന്താ ആവശ്യം? നീ പഠിച്ചു കഴിഞ്ഞല്ലേ അത്? ഞാൻ പഠിച്ചില്ല. അതിനകത്തോട്ട് ഇന്ന് നോക്കുമ്പോ പത്രക്കാരൻ വന്നു, കുറച്ച് പത്രം ഇരിപ്പുണ്ടായി, കുറച്ച് ആക്രി സാധനങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കൂടി എടുത്ത് കൊടുത്തു. 100-250 രൂപയാണ്. ചേച്ചി എന്ത് ലൈബ്രറിയിലെ ബുക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞു, തിരിച്ചു കൊടുക്കണ്ടേ? തക്കിലി ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ അറിയരുത്. ലൈബ്രറിയുടെ ബുക്ക് അമ്മ വേറെ മേടിച്ചു തരാം, അത് കൊണ്ടേ കൊടുത്താൽ മതി. അമ്മയ്ക്ക് എന്നെ ഇഷ്ടല്ലേ? എന്ത് ഒരു ബുക്ക് കൊടുത്തതിന് ഇത്ര മാത്രം വിഷമം എന്തിനാ നിനക്ക്? അത് വെറും ബുക്കാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കല്ലേ അമ്മ. ഞാൻ അവിടെ മര്യാദയ്ക്ക് അടുക്കി വെച്ചല്ലേ. അമ്മ ഒന്നും ചെയ്തില്ലല്ലേ ബുക്ക്. അതാ കുഴപ്പം. നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതായതാണ് എന്റെ കുഴപ്പം.
നീ പഠിക്കണ ബുക്ക് അതേപോലെ ഇഷ്ടപ്പെടാത്ത എന്താ? അമ്മ പഠിക്കണത് കുറച്ച് കുറഞ്ഞെന്ന് വിചാരിച്ച്. അത് വേണ്ട, പഠിത്തത്തിൽ ആദ്യം മുൻതൂക്കം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എന്റെ മോള് പഠിച്ചാൽ മതി. ഡാഡി എന്തോ ഇത് അവിടെ റോഡിൽ നിന്നാ കേക്ക ഈ കൊച്ചിന് എവിടെ നിന്ന് കണകണകണകണാന്ന് വഴക്ക് പറയണത്. എന്റെ ക്ലീറ്റോ, ആ ബുക്ക് എല്ലാം എടുത്ത് ഞാൻ ആക്രിക്കാരന് കൊടുത്ത, അതിനാണ് ഇന്നത്തെ അല്ല ഡാഡി, എന്റെ ബാലരമ ലൈബ്രറിയിൽ നിന്ന് അയച്ച നോവൽ, എന്റെ ഇഷ്ടപ്പെട്ട കഥാബുക്കൊക്കെ എടുത്ത് നീ എന്തിനാ ഇതെല്ലാം കൂടെ ആക്രി കൊടുത്ത? ഞാൻ ഒരാളെ പറഞ്ഞു വെച്ചിരുന്നതാണ്, അവൾ കൊച്ചു വായിച്ചിട്ട് പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാം. അതിനിടയ്ക്ക് എല്ലായിടത്തും കൊടുക്കും. അല്ല ലൈബ്രറി ബുക്കല്ല, അല്ലാതെ അതൊക്കെ. ഇപ്പൊ 2 ദിവസമായല്ലോ തുടങ്ങിയിട്ട്, അതൊക്കെ എന്താ പറ്റിയത്? ഇവള് പഠിക്കണില്ല എന്ന് 2 ദിവസമായില്ലേ ഞാൻ പറയണോ? പിന്നെ ഇപ്പൊ സ്കൂൾ വിട്ട് വന്നിട്ട് യൂണിഫോം പോലും മാറാതെ അവള് നേരെ പുസ്തകത്തിലൂടെ ചെന്ന് കയറിയത്. അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അത് തുറന്നു പിടിച്ച് വായിച്ചേനെ. ആ വായിക്കലൊക്കെ ബാഗ് തുറന്ന് ആ പുസ്തകം എടുത്ത് വായിച്ചാലോ? അത് ചെയ്യൂല. അവള് വായിക്കണ്ട. അമ്മക്ക് എന്താ അമ്മ? കൊച്ചതൊക്കെ വായിച്ചു തന്നെ വളരാനുള്ളത്. അല്ല ഇവള് ഇത്ര അക്ഷരവിരോധിയായ എന്ത്? നീ അക്ഷരം കണ്ടാ ശ്രദ്ധിക്കാൻ പറഞ്ഞ? ഞാൻ അക്ഷരവിരോധി ഒന്നും അല്ല. അവക്ക് അക്ഷരങ്ങളോട് മാത്രമല്ല, എന്നോടും കൊച്ചിനോടും എല്ലാരോടും വിരോധം തന്നെ. എന്തേലും പറഞ്ഞ അയ്യോ അവൾ അപ്പൊ തുടങ്ങും കലബല കലബല കലബലാന്ന്. മക്കള് കരാതെ മക്കളെ കേട്ടാ, അമ്മ പറയണമെന്ന് കേൾക്കുന്നു വേണ്ട. മക്കള് എഴുതുകയും ചെയ്യണം, വായിക്കുകയും ചെയ്യണം കേട്ടാ. ഒരു കാര്യം കാണിച്ചു തരാം. നീ വാ ഞാറ് വാ ഞാറ് വാ. തലയൊക്കെ ആയിട്ട് ഇരുത്ത്. കാര്യം ഞാൻ പറഞ്ഞ കൊച്ചിനെ എങ്ങനെയിട്ട് പീഡിപ്പിക്കണതേ. ബാലാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ ഉണ്ട്. അതിൽ ആരെങ്കിലും ആരെങ്കിലും നിനക്കെതിരെ കേസ് എടുക്കും. പിന്നെ കൊച്ചിനെ വഴക്ക് പറയാൻ പാടില്ല എനിക്ക്. അയ്യോ എന്റെ കൊച്ചു പ്രസവിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അവകാശം നിനക്കൊന്നുമില്ല, അതൊക്കെ പണ്ട്. എഴുത്തും വായന ഒന്നും അറിഞ്ഞൂടെ അവളുടെ അടുത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് കണ്ട എന്താണെന്ന് മക്കളെ, എന്താണെന്ന് അറിയാമോ? മക്കൾ അന്ന് മാമന് ചെറുകഥ എഴുതുന്നില്ലേ, അത് പ്രസിദ്ധീകരിച്ചതാണ് ഇത്. ഭാര്യയെ കൊടുത്തു. ഞാനോ നീയോ അറിയാതെ നമ്മളെ കൊച്ചു ഇവിടെ ഇരുന്ന് എഴുതിയ ഒരു ചെറുകഥ ഇവിടുത്തെ നമ്മളെ പഞ്ചായത്തിലെ പ്രഗത്ഭരായ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബുക്കായി അതിൽ അച്ചടിച്ച് വന്നു. 500 രൂപ അവക്ക് ക്യാഷ് പ്രൈസും ഇതിൻ്റെ ഒപ്പം ഉണ്ട്. എല്ലാ തള്ളമാർക്കും ഉള്ള ഒരു കുഴപ്പമാണ്, കൊച്ചിലെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് എല്ലാം അവരെ മക്കളെ കൊണ്ടങ്ങ് ചെയ്യിക്കാന്ന്. എന്നാൽ ഈ കൊച്ചുങ്ങളുടെ ഉള്ളിൽ വേറെ വാസനകളുണ്ട്, അതൊന്നും കണ്ടെത്താൻ ശ്രമിക്കൂല. നീ ഇത്രയും വാസനയുള്ള കൊച്ചിൻ്റെ ബുക്കുകളൊക്കെ എടുത്ത് ആക്രിക്കാരന് തൂക്കി വിറ്റപ്പോൾ അവക്കുണ്ടായ മാനസിക വിഷമം എന്താണെന്ന് നീ ആലോചിച്ചാ? ഓരോ തള്ളമാരിറങ്ങിയിട്ടുണ്ട്. അതൊക്കെ എന്നാലും എൻ്റെ കൊച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ല. പിന്നെ എൻ്റെ അളിയ അതൊക്കെ മനസ്സിലാക്കണം, എന്തെങ്കിലുമൊക്കെ വായിക്കണം. ഒന്നുമില്ലല്ലോ. എന്തൊക്കെ പറയാനും തള്ളേ മോള് തക്കളിമോളെ നാളെ മുതൽ ധൈര്യമായിട്ട് മോളെ എഴുതി തുടങ്ങിക്കാം. മകളെ മാമന്റെ വക ഒരു സമ്മാനം. അതിങ്ങനെ പിടിച്ചു വലിച്ചു. എന്റെ കുഞ്ഞ് ബാക്കിയുള്ളവർക്ക് മാതൃകയാകണം. ഇവള് വലിയൊരു എഴുത്തുകാരിയാവും. Versus Alien.